എന്താണ് നിങ്ങൾ കസ്റ്റമേഴ്സിന് ഒരു ഇത് കൊടുക്കണമെന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൈസ പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾ ഈ ക്ലീൻ ചെയ്തതിൽ എനിക്ക് അത്ര കൂടെ തൃപ്തിയായിട്ടില്ല. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത്. ഞാനിപ്പോൾ പുതിയതായിട്ട് റെൻറ്റിനെടുത്ത വീട്ടിലാണ്. കുട്ടികളുടെ പഠനവും എൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സൗകര്യാർത്ഥം അങ്ങനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ റെൻറ്റിനെടുത്ത വീട് കുറച്ച് നാളായിട്ട് അടഞ്ഞു കിടക്കുമായിരുന്നു. ഇവിടെ ആൾ താമസമില്ലാതെ അങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഇതിനകത്തെ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ആലോചിച്ചിട്ട് ഒരു അന്തവും കുന്തവും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഹോം ക്ലീനിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്. അവർ വന്ന് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുന്നൊക്കെ ഉള്ളൊരു വിവരം അറിഞ്ഞത്. മാത്രമല്ല നമ്മുടെ കോ ആർട്ടിസ്റ്റായ മഞ്ജു പത്രോസ് അവരുടെ വീട് ക്ലീൻ ചെയ്തതും അതും പറഞ്ഞ് അവരുടെ വീഡിയോസും ഞാൻ കണ്ടു. അതുകൂടെ കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വിശ്വാസമായി. കാരണം ഇത് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്താൽ വളരെ പരിതാപകരമായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അത് എൻ്റെ കയ്യിൽ നിൽക്കില്ല എന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഹോം ക്ലീനിക്സ് ടീമിനെ വിളിച്ചിട്ടുണ്ട്. അവർ ഏതാനും നിമിഷങ്ങൾക്കകം അവരിവിടെ എത്തും. അപ്പോൾ ഇനി ബാക്കി ഞാൻ അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. അവരുടെ സൗകര്യാർത്ഥം എന്തായാലും ഒരു ദിവസം ഫുൾ വേണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ഹോം ക്ലീനിക്സ് വന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കാണാം. Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit, and the coffee ain't hit yet, damn ain't that great. I don't wanna go to work, cause my boss is a jerk, and I'm not even that paid. I need a change in my life, cause I don't feel alive, and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning, and this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting, and I'll never look back, moving on till I get it all. And we all got dreams, we all want things, but what you gonna do for it? How you gonna move for it? What you gonna be? And do you believe you can do anything? But what you gonna do for it? How you gonna move for it? What you gonna be? Let's go! Hey! Yeah, this is my life, my strife, my right to fight, to die on. And this is my game to play, to claim a brand new name, And I ain't gonna lie to you, I'm a bit nervous that I might screw everything up that നമ്മുടെ ഹോം ക്ലീനിക്സിൻ്റെ ക്ലീനിങ് പരിപാടി എന്തായി എന്നുള്ളതൊന്ന് നോക്കാം. ഹായ്, നമസ്കാരം. നമസ്കാരം. ഞങ്ങളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതാ തീർന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഞാനിവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ കണ്ടതല്ല, അല്ല, ഭയങ്കര മാറ്റം. ഏതായാലും നിങ്ങളുടെ ക്ലീനിങ് പരിപാടിയിൽ ഞാൻ സംതൃപ്തനാണ്. താങ്ക് യു. ഞാൻ കിച്ചണിൽ ഒന്ന് ഓടിച്ച് നോക്കിക്കോട്ടെ. പിന്നെന്ത്? നടക്കണല്ലേ? ഓക്കെ ഓക്കെ, ഫൈനൽ സ്റ്റേജ് ആണെന്ന് തോന്നുന്നല്ലേ? അതെ അതെ. ഓക്കെ 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 ഓക്കെ. ഇത് നമുക്ക് പ്രധാനമായിട്ട് കാണേണ്ടതേ എന്തായാലും ഓക്കെ അല്ലേ? ഇതുവരെ
ഞാൻ നോക്കിയെല്ലാം ഓക്കെയാണ്. ഓക്കെ, അത് മതി. ഒത്തിരി സന്തോഷം. ഒരു വീട് ചെയ്യാൻ എത്ര സമയം എടുക്കും? അങ്ങനെ ഒരു ഫിക്സഡ് ടൈം അല്ല, നമ്മൾ നോർമലി ഒരു വീട് 1 ഡേ ആണ്, ഒറ്റ ദിവസത്തെ ക്ലീനിങ് ആണ്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അന്ന് ഞാൻ വീട് വന്ന് കണ്ട പോലെ തന്നെ ആദ്യം നമ്മൾ വീട് വന്ന് കാണും. വീട് വന്ന് കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് എത്ര സ്റ്റാഫ് വേണം, എന്തൊക്കെ എക്യുപ്മെന്റ്സ് കൊണ്ടുവരണം എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ചാണ് ഒരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. ഈ വീട് മാത്രമേ ഉള്ളൂ അതോ നിങ്ങൾ വലിയ ബിൽഡിങ്ങുകളല്ലാതെ എല്ലാം ചെയ്യും? പിന്നെ നമ്മളിപ്പോൾ രാജീവ് ബയോടെക്നോളജിയാണ് ഇപ്പോൾ ചെയ്തത്. കഴിഞ്ഞ പ്രിസൈസ് ഹോസ്പിറ്റൽ ചെയ്തായിരുന്നു. ഇനി അല്ലാണ്ട് നമ്മുടെ ഈ വാട്ടർ ടാങ്ക് ക്ലീനിങ്, വാട്ടർ ടാങ്ക് ക്ലീനിങ് ഉണ്ട്, കാർപ്പറ്റ് ക്ലീനിങ് ഉണ്ട്, കർട്ടൻ വാഷിംഗ് ഉണ്ട്, പിന്നെ മറ്റേ എയർ പ്യൂരിഫിക്കേഷൻ ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ സർവീസും, സാനിറ്റൈസേഷൻ ഉണ്ട്, പിന്നെ ഇന്റർലോക്ക് ക്ലീനിങ്. ഓക്കെ ഓക്കെ. വേറെ കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമേ ഉള്ളൂ അതോ നിങ്ങൾ വേറെ ജില്ലകളിലോട്ട് ഉണ്ടോ? തിരുവനന്തപുരം ജില്ലയാണ് കൂടുതലും. കാരണം എന്തായാലും നമുക്കൊരു 10,000-3000 സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് കൂടി ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ തന്നെ തിരുവനന്തപുരത്തുണ്ടോ? ഉണ്ട്. പിന്നെ 5 വർഷമായില്ലേ, നമ്മളൊരു ദിവസം 3 വീട് വരെ ചെയ്യും. അതെ, നമുക്ക് ഒരു ദിവസം എത്ര സ്റ്റാഫ് ഉണ്ട്? ഇപ്പൊ നമുക്ക് മൊത്തം 40 സ്റ്റാഫ് ഉണ്ട്. ശരി. അപ്പൊ ഹൗസ് കീപ്പിംഗ് വരുന്നുണ്ടായിട്ട് അപ്പം അന്യ ജില്ലയിലോട്ട് പോകാനുള്ള സമയമില്ല. വേറെ കാര്യമുണ്ട്, നിങ്ങൾ ഇത്രയും നീറ്റായിട്ട് ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ സൗഹൃദങ്ങൾ ഇപ്പോൾ വേറെ ജില്ലകളിലേക്ക് ആവശ്യപ്പെട്ടാൽ ചെയ്യാൻ പറ്റുമെന്ന്. അത് ചെയ്യാൻ എന്താ കാര്യം തന്നെ, നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇത്തിരി ഫ്യൂൽ എക്സ്പെൻസ് വരും. നോർമലി ആ ടൗണിൽ നിന്ന് തന്നെ അവർ വിളിക്കുകയാണെങ്കിൽ അവർക്ക് അത്രയും പൈസ വരില്ല. അപ്പൊ നമ്മൾ ആദ്യം അവിടെ തന്നെയാണ് നോക്കാൻ പറയാം. പിന്നെ അല്ല നിങ്ങളെല്ലാം വന്നോ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ജില്ലയിലും ഒരു ബ്രാഞ്ച് തുടങ്ങിക്കൂടെ? അല്ലാണ്ട് വേറെ എന്താ? പിന്നെ അത് ഹൗസ് കീപ്പിംഗ് ആണ്. അതായത് നമുക്ക് ഈ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ കൊടുക്കും, 1 ഇയർ കോൺട്രാക്റ്റിലൊക്കെ. അങ്ങനെ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ ക്ലീനിങ് സ്റ്റാഫിന് കൊടുക്കുന്നുണ്ട്. പിന്നെ മൊബൈൽ കാർ വാഷിംഗ് ഉണ്ട്, വീടുകളിൽ വന്ന് കാർ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കാർ വാഷ് ചെയ്യാൻ ഞാൻ ഇടയ്ക്ക് വിളിക്കാം. തീർച്ചയായും ക്ലീനിങ്ങിൽ ഞാൻ ഓക്കെയാണ്, എനിക്ക് ഹാപ്പിയാണ്. അപ്പോൾ എന്നാലും നമ്മുടെ എവിടെ നിങ്ങളുടെ ക്ലീൻ ചെയ്യുന്ന ടീമിനെ ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാം. അവരെ വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉള്ളതാണ്. എവിടെ അച്ചു, അപ്പു, അവനെ എന്തായാലും നിങ്ങളുടെ ക്ലീനിങ് എല്ലാം അടിപൊളി, ഞാൻ ഹാപ്പിയാണ് കേട്ടോ. എല്ലാ കൺഗ്രാറ്റ്സ്. അപ്പോൾ എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനൊരു സംരംഭം തുടങ്ങാനുള്ള താങ്കളുടെ ആ ഒരു ബുദ്ധിയും പിന്നെ പറയുമാതിരി പൈസ മാത്രം നോക്കിയല്ല അല്ലേ, കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ. ഇനി എന്താണ് നിങ്ങൾ കസ്റ്റമേഴ്സിന് ഒരു ഇത് കൊടുക്കണമെന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൈസ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പറയണ്ടോ? അല്ല, അതിൽ ഒറ്റ കാര്യം വിളിക്കാം. നമ്മളിപ്പോൾ ഇക്ക് പറയണം, ഇത് ഇപ്പം എനിക്ക് തരുന്ന ആ ഒരു ഞാൻ നിങ്ങൾക്ക് തരുന്ന പൈസ അനുസരിച്ചുള്ളൊരു വാല്യൂ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ 1 രൂപ മേടിക്കുക. അത് ഇവരുടെ ടീമിനോടൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാ സൈറ്റും ഉണ്ടാവില്ല. ഇവരുടെയും പറഞ്ഞു ആരെങ്കിലും അങ്ങനെ ഒരു തൃപ്തിക്കുറവ് പറഞ്ഞാൽ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾ ഈ ക്ലീൻ ചെയ്തതിൽ എനിക്ക് അത്ര കൂടി തൃപ്തി ആയിട്ടില്ല, ഞാൻ പൈസ തരില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ അടി എന്നെ മുഖത്തടിച്ച് പറയണം, മര്യാദയ്ക്ക് പൈസ തരണോ പറയണം. കാരണം ഇതിലിനി ഒന്നും പറയാനില്ല. അത്രയ്ക്ക് നന്നായിട്ട് നിങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ 100% ഹാപ്പിയാണ്, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ കണ്ടതല്ല. ഇതിപ്പം എന്താണ് ഒരു എൻ്റെ റിയാസിൻ്റെ സ്വപ്ന ഭവനം എന്ന് പറയാം. ആ രീതിയിൽ നിങ്ങളത് ഇങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. എന്നാലും ഇനിയും ഒരുപാട് വർക്കുകൾ കിട്ടട്ടെ, എല്ലാ ജില്ലയിലോട്ടും വ്യാപിക്കട്ടെ. നിങ്ങളുടെ ഈ ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ച് പുതിയ മേഖലകളിലേക്ക് എത്തട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.